പ്രിയപ്പെട്ടവരെ, കരീം മൈത്രിയാണ്. നമ്മുടെ പഞ്ചായത്തുകളിൽ ഓരോ ഗ്രാമസഭകളിൽ വരുമ്പോഴൊക്കെ മിക്കവാറും നമ്മളൊക്കെ പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഗ്രാമസഭകളിൽ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യത്തെക്കുറിച്ച് ഒരു അപേക്ഷാ ഫോം പൂരിപ്പിച്ച് കൊടുത്താൽ ചിലപ്പോൾ നമ്മളൊക്കെ ആ അപേക്ഷാ ഫോം പൂരിപ്പിക്കുകയും നമ്മൾ ഗ്രാമസഭയിൽ സമർപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മളെ പറമ്പിൽ തെങ്ങ് കൃഷിക്കുള്ള അപേക്ഷ, അതായത് തെങ്ങ് കൃഷിക്ക് വളം വേണമെങ്കിൽ നമ്മൾ അപേക്ഷ സമർപ്പിക്കുകയും ആ അപേക്ഷ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്തുള്ള കൃഷിഭവനിൽ പോയി കൊണ്ട് നമ്മൾ നികുതി അടിച്ച റെസീറ്റൊക്കെ കൊടുത്താൽ നമുക്ക് വളത്തിനുള്ള സബ്സിഡി കിട്ടും എന്നാണ് ഗ്രാമസഭകളിൽ പറയുകയും ആ ഗ്രാമസഭകളിൽ നമ്മൾ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാറുള്ളത്. അതിനുശേഷം നമ്മൾ ഈ കൃഷിഭവൻ്റെ തൊട്ടടുത്തുള്ള വളത്തിൻ്റെ കടയിൽ, കൃഷിഭവൻ്റെ തൊട്ടടുത്തോ അല്ലെങ്കിൽ കൃഷിഭവൻ എവിടെയെന്നാണ് നമ്മളോട് വളം വാങ്ങാൻ പറയുന്നത്, അവിടെ പോയി നമ്മൾ ഈ വളത്തിനുള്ള മുഴുവൻ സംഖ്യയും നമ്മൾ ഈ കടയിൽ നമ്മൾ കൊടുക്കും. അങ്ങനെ നമ്മൾ വളമൊക്കെ കൊണ്ടുവന്ന് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യം, നമുക്ക് കിട്ടേണ്ട ഈ സബ്സിഡി നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ വരും എന്നാണ് പറയാറുള്ളത്. പക്ഷേ കഴിഞ്ഞ ഒരു ഗ്രാമസഭയിൽ, ഈ 6-ാം വാർഡ് അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമസഭയിൽ ഇക്കാര്യം ഞാൻ ഉന്നയിച്ചു. ഇങ്ങനെ ഒരു ആനുകൂല്യം, ഇങ്ങനെ ഒരു സബ്സിഡി നമ്മുടെ അക്കൗണ്ടിൽ ഇതുവരെയായിട്ടും വന്നിട്ടില്ല എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ആ സംശയം ദൂരീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഗ്രാമസഭയിൽ സംസാരിച്ചു. അങ്ങനെ ഈ ഗ്രാമസഭയിൽ പങ്കെടുത്ത ഏകദേശം ആളുകൾ പറയുന്നത് ഞങ്ങളുടെ അക്കൗണ്ടിലൊന്നും ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യം ഇതുവരെയായിട്ടും വന്നിട്ടില്ല എന്നാണ് ഈ ഗ്രാമസഭയിൽ പങ്കെടുത്ത ഏതാനും ഒരു വകയുള്ള ആളുകളൊക്കെ പറയുന്നത്. എനിക്കും ഈ ഒരു സംശയമുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു സംഭവിക്കുന്നത്? അതിനെക്കുറിച്ച് ഞാൻ ഗ്രാമസഭയിൽ പറഞ്ഞ വീഡിയോ ഇവിടെയുണ്ട്. ആ വീഡിയോയും കൂടി ഞാൻ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും ഒരു സംശയമുണ്ട്, നമുക്ക് കിട്ടേണ്ട ആനുകൂല്യം നമ്മളുടെ അക്കൗണ്ടിൽ വരാത്തതിൻ്റെ കാരണം എന്തുകൊണ്ട്? കാരണം ഈ അപേക്ഷ സമർപ്പിച്ച് വർഷങ്ങൾ കഴിഞ്ഞു, നമ്മൾ മുഴുവൻ സംഖ്യ കൊടുത്ത് ആ വളത്തിൻ്റെ കടയിൽ നിന്നും നമ്മൾ വളം വാങ്ങി, അതിനുശേഷം നമുക്ക് സബ്സിഡി കിട്ടിയിട്ടില്ല, നമ്മളെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്നൊരു സംശയമാണ്. ഈ സംശയം ദൂരീകരിക്കേണ്ടത് ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളാണ്. എന്തായാലും ഈ ഒരു സംശയവും അതുപോലെ തന്നെ ഇതിൻ്റെ ചോദ്യവും ഞാൻ ഗ്രാമസഭയിൽ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ അതുപോലെ തന്നെ ഇപ്പം മറ്റൊരു കാര്യം ഈ അപേക്ഷാ ഫോമിൽ നമുക്ക് തെങ്ങിൻ്റെ അയറിൻ്റെ ഉണ്ടല്ലോ. പക്ഷെ എനിക്കൊരു ഡൗട്ട്, ഇത് അയറിന് നമ്മൾ അപേക്ഷ കൊടുത്താൽ, അയർ ഒരിക്കൽ നമ്മൾ അപേക്ഷ കൊടുത്ത് അപേക്ഷ പാസ്സായെങ്കിൽ നമ്മൾ അയർ വാങ്ങുമ്പോൾ ഫുള്ള് പൈസ അവിടെ കൊടുക്കണം. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ അയർ കൂടി വാങ്ങുമ്പോൾ അയർ കൂടി വാങ്ങുമ്പോൾ ഫുള്ള് പൈസ കൊടുത്തു, അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നാണ് പറഞ്ഞത്. അല്ല, അങ്ങനല്ല, അങ്ങനെയാ അറിയാത്തൊരു സംശയമില്ല കേട്ടോ, നമുക്കെല്ലാം ക്ലിയറാണ്. അല്ല, അങ്ങനെയാ. പക്ഷെ ഇതുവരെ നമ്മളെ കൊണ്ടുവന്നില്ല. ഈ അയർകൂടിയുടെ അപേക്ഷ വർഷങ്ങളായില്ലേ, ഞാൻ അയർകൂടി വാങ്ങിയിട്ട് കുറേ കാലമായി. അപ്പൊ നമ്മൾ അയർകൂടിക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുന്നത്, അപേക്ഷ പ്രകാരം നമ്മൾ പോയിട്ട് ഒരാളെ കടയിൽ നിന്ന് അയാൾ പറഞ്ഞ പൈസ നമുക്ക് അവിടെ വാങ്ങി ചെയ്യാൻ പറ്റില്ല. അല്ല, നമ്മൾ പ്രൈവറ്റ് ആയിട്ട് പോകുന്നുണ്ട്, നമുക്ക് വാങ്ങി ചെയ്യാൻ പറ്റും, നമുക്ക് പൈസ അക്കൗണ്ടിൽ വരുമെന്ന് പറയും. ആരെങ്കിലും അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും, ആരെ അക്കൗണ്ടിൽ വന്നിട്ടാണെന്ന് പറയുന്നു. അപ്പൊ അതേപോലെ തന്നെ പാലത്തിന്റെയും എന്തായാലും നിങ്ങൾ ഈ ഒരു സംശയം, ഇപ്പോൾ ഈ ഗ്രാമസഭയിൽ നമ്മൾ അപേക്ഷ സമർപ്പിച്ച് വളം കിട്ടുകയും ആ വളത്തിനുള്ള സബ്സിഡി നമുക്ക് കിട്ടാതിരുന്നതിൻ്റെ ഒരു സംശയം ഞാനിവിടെ എന്തായാലും സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കരീം മൈത്രി.